rate equations for zero order reactions എങ്ങനെയാണെന്ന് നോക്കാം. Integrated rate equation പഠിക്കുന്നതിനേക്കാൾ മുമ്പ് തന്നെ എന്താണ് zero order reaction എന്ന് നമ്മളൊന്ന് ഓർക്കണം. എന്താണ് zero order reaction? The zero order reaction means the rate of a reaction is proportional to the zero power of concentration of the reactants. അല്ലേ? അതിനായിട്ട് നമ്മളൊരു കെമിക്കൽ റിയാക്ഷൻ കൺസിഡർ ചെയ്യുന്നു. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് R gives P എന്നാണ്. R എന്ന് പറയുന്നത് റിയാക്റ്റൻറ്റ്, P എന്ന് പറയുന്നത് പ്രൊഡക്റ്റ്. റിയാക്റ്റൻസ് റിയാക്ട് ചെയ്ത് പ്രൊഡക്റ്റായി മാറുന്നു. നമുക്കറിയാം ഇത്തരത്തിലുള്ള റിയാക്ഷൻ്റെ ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക? റേറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഡി ബൈ ഡി ടി ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ആർ, അല്ലെങ്കിൽ ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് എന്ന രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം അല്ലേ? അതുകൊണ്ട് തന്നെ റേറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഡി ബൈ ഡി ടി ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ആർ എന്ന് എഴുതാം. ഈ ഒരു റിയാക്ഷൻ ഒരു സീറോ ഓർഡർ റിയാക്ഷൻ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ആർ റേസ് ടു 0 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ആർ റേസ് ടു 0 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഏതൊരു ക്വാണ്ടിറ്റിയെയും റേസ് ടു ദ പവർ 0 ഇട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണത്? എനി ക്വാണ്ടിറ്റി ദാറ്റ് റേസ് ടു ദ പവർ 0 ഈസ് ഈക്വൽ ടു ഇറ്റ്സ് യൂണിറ്റി. എനി ക്വാണ്ടിറ്റി റേസ് ടു ദ പവർ 0 ഈസ് യൂണിറ്റി. അതുകൊണ്ട് തന്നെ റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു 1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഇക്വേഷനെ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കുന്നു. റേറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഡി ബൈ ഡി ടി ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ആർ ദാറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു 1. കെ ഇൻറ്റു 1നെ നമുക്ക് കെ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം അല്ലേ? ഇനി നമ്മുടെ കയ്യിലിപ്പോൾ രണ്ട് ഇക്വേഷൻസ് ഉണ്ട് റേറ്റിനായിട്ട്. മൈനസ് ഡി ബൈ ഡി ടി ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ആർ എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു കെ, അല്ലെങ്കിൽ റേറ്റ് കോൺസ്റ്റൻറ്റ് അല്ലേ? ഈ ഇക്വേഷനെ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്യുകയാണ്. അതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതിയിരിക്കുന്നു. ഡി കോൺസെൻട്രേഷൻ ഓഫ് ആർ ഈസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ഡി ടി എന്ന ഫോമിൽ ആക്കി എഴുതിയിരിക്കുന്നു. ഇത് നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ്റെ ഒരു സിംപ്ലസ്റ്റ് ഫോമാണ്, അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ്റെ ഒരു സിംപ്ലസ്റ്റ് ഫോമായിട്ട് നമുക്കതിനെ കൺസിഡർ ചെയ്യാം. ഇത്തരത്തിലുള്ള ഒരു ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷനിൽ നമ്മൾ ഇൻ്റഗ്രേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ ഇക്വേഷൻ്റെ രണ്ട് ഭാഗത്തും നമ്മൾ ഇൻ്റഗ്രേഷൻ അപ്ലൈ ചെയ്യുന്നു. നോക്കാം. ഇൻ്റഗ്രൽ ഡി കോൺസെൻട്രേഷൻ ഓഫ് ആർ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് കെ ഡി ടി അല്ലേ? ഇവിടെ ഇൻ്റഗ്രേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാവുന്ന പോലെ തന്നെ ഇൻ്റഗ്രേഷൻ ഓഫ് ഡി കോൺസെൻട്രേഷൻ ഓഫ് ആർ എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് ആർ എന്ന് കിട്ടുന്നു അല്ലേ? അതുപോലെ മൈനസ് കെ ഡി ടിയെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴോ മൈനസ് കെ എന്നുള്ളത് ഒരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അവിടെ അതിന് ഇൻ്റഗ്രേഷൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ മൈനസ് കെ അതുപോലെ തന്നെ എഴുതാം. ഡി ടിയുടെ ഇൻ്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ടി എന്നാണ്. പ്ലസ് ഐ എന്നും എഴുതണം. എന്താണ് ഐ? ഐ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ആണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷനെ നമ്മൾ ഇക്വേഷൻ 1 എന്നായിട്ട് മാർക്ക് ചെയ്യുക. എന്താണ് ആ ഇക്വേഷൻ നോക്കൂ. കോൺസെൻട്രേഷൻ ഓഫ് ആർ ഈസ് ഈക്വൽ ടു മൈനസ് കെ ടി പ്ലസ് ഐ. ഈ ഇക്വേഷൻ നമ്മൾ ഇക്വേഷൻ 1 എന്നായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നു. ഇനി അടുത്തതായിട്ട് നമ്മളൊരു കണ്ടീഷൻ അപ്ലൈ ചെയ്യുകയാണ്. അറ്റ് ടൈം ടി ഈസ് ഈക്വൽ ടു 0. റിയാക്ഷൻ തുടങ്ങുന്ന സമയത്തെ സമയം ടി ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് R0. ഇനീഷ്യൽ ടൈം ടി ഈക്വൽ ടു 0 ആയിരിക്കുമ്പോൾ ഉള്ള റിയാക്റ്റൻ്റെ കോൺസെൻട്രേഷനെ കോൺസെൻട്രേഷൻ ഓഫ് R0 എന്ന് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ എന്താണ് കോൺസെൻട്രേഷൻ ഓഫ് R0? കോൺസെൻട്രേഷൻ ഓഫ് R0 ഈസ് ദ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻറ്റ്. ഈ ഒരു കണ്ടീഷൻ അറ്റ് ടൈം ടി ഈക്വൽ ടു 0 ആയിരിക്കുമ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് R0 എന്ന കണ്ടീഷൻ നമ്മൾ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ചെയ്തു നോക്കൂ. ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുക? കോൺസെൻട്രേഷൻ ഓഫ് ആർ എന്നുള്ളതിന് പകരം കോൺസെൻട്രേഷൻ ഓഫ് R0 ഈസ് ഈക്വൽ ടു കെ മൈനസ് കെ ഇൻറ്റു 0 പ്ലസ് ഐ. അങ്ങനെ സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടും കോൺസെൻട്രേഷൻ ഓഫ് R0 ഈസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു 0 പ്ലസ് ഐ. മൈനസ് കെ ഇൻറ്റു 0 പ്ലസ് ഐനെ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എഴുതാം കോൺസെൻട്രേഷൻ ഓഫ് R0 ഈസ് ഈക്വൽ ടു ഐ എന്ന്. ഈ കോൺസെൻട്രേഷൻ ഓഫ് R0 ഈസ് ഈക്വൽ ടു ഐ എന്ന് പറയുന്ന ആ ഒരു വാല്യൂ, ഐ എന്നുള്ളതിന് പകരം കോൺസെൻട്രേഷൻ ഓഫ് R0 എന്നുള്ളത് നമ്മൾ ഇക്വേഷൻ 1ൽ വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക.
വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത് നോക്കൂ. കോൺസെൻട്രേഷൻ ഓഫ് ആർ ഈസ് ഈക്വൽ ടു മൈനസ് കെ ടി പ്ലസ് കോൺസെൻട്രേഷൻ ഓഫ് ആർ സീറോ. നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് ആർ ഈസ് ഈക്വൽ ടു മൈനസ് കെ ടി പ്ലസ് കോൺസെൻട്രേഷൻ ഓഫ് ആർ സീറോ. നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ ഇതാണ്. കോൺസെൻട്രേഷൻ ഓഫ് ആർ ഈസ് ഈക്വൽ ടു മൈനസ് കെ ടി പ്ലസ് കോൺസെൻട്രേഷൻ ഓഫ് ആർ സീറോ അല്ലേ? ഈ ഇക്വേഷനെ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി മൈനസ് കെ ടി എന്ന് പറയുന്ന ടേം മാത്രം നമ്മൾ റൈറ്റ് സൈഡിൽ നിർത്തി കോൺസെൻട്രേഷൻ ഓഫ് ആർ സീറോവിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ നോക്കൂ എങ്ങനെയാണ് ഇത് എഴുതുക. മൈനസ് കെ ടി ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ആർ മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് ആർ സീറോ എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം അല്ലേ? അതിനുശേഷം കെ ടി എന്ന് പറയുന്ന ടേമിനെ മാത്രം നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിർത്തിക്കൊണ്ട് ഈ മൈനസ് സിമ്പിൾ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതി കെ ടി ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ആർ സീറോ മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് ആർ എന്ന് സൂചിപ്പിക്കാം. ഇനി വീണ്ടും ഇതിനെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ടി എന്നുള്ളതിനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് മാറ്റുന്നു. അപ്പം ടി എന്നുള്ളത് കെ ടി ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് അല്ലേ? സോ നമുക്ക് എഴുതാം therefore K is equal to concentration of R0 minus concentration of R whole divided by T. ഈ ഇക്വേഷനെയാണ് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ എ സീറോ ഓർഡർ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഏത് ഇക്വേഷൻ? K is equal to concentration of R0 minus concentration of R divided by T. This equation is known as integrated rate equation for zero order reaction. ഓരോ ടേം എന്താണെന്ന് നോക്കൂ. K represents rate constant. Concentration of R0 is the initial concentration. Concentration of R is the concentration of the reactant. Time T അല്ലേ? T represents the time. ഇത്രയും പാരാമീറ്റേഴ്സ് ആണ് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനിലുള്ളത്. അപ്പോൾ സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്താണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓർക്കണം, K is equal to concentration of R0 minus concentration of R divided by T. It is the integrated rate equation for a zero order reaction. ഇനി ഇത്തരത്തിലുള്ള ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷന് ഒരു ഗ്രാഫ് രൂപത്തിൽ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക എന്നുകൂടെ നോക്കാം. അതിനായിട്ട് നമ്മളിവിടെ 2 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഇക്വേഷനെ നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യുക. ഈ ഇക്വേഷൻ ഒന്ന് നോക്കൂ. ഈ ഇക്വേഷൻ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ദിസ് ഇക്വേഷൻ ഓഫ് ദ ഫോം y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. ഈ ഇക്വേഷൻ ഓർക്കുന്നുണ്ടോ? നമ്മൾ മാത്സിൽ പഠിച്ചിട്ടുണ്ട്. y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി ദാറ്റ് റെപ്രസെൻറ്റ്സ് ദ ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ. ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ ആണ് y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. അതായത് എക്സ് ആക്സിസിലും y ആക്സിസും പ്ലോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള പാരാമീറ്റേഴ്സ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ നോക്കൂ, ഒന്ന് കമ്പയർ ചെയ്യാം. നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ കോൺസെൻട്രേഷൻ ഓഫ് ആർ ഈസ് ഈക്വൽ ടു മൈനസ് കെ ടി പ്ലസ് കോൺസെൻട്രേഷൻ ഓഫ് ആർ സീറോ എന്നതിനെ y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്ന ജനറൽ ഫോമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും എക്സ് ഇക്വലൻ്റ് ആണ് ഇവിടെ ടി അല്ലേ? അതുപോലെ വൈക്ക് ഇക്വലൻ്റ് ആണ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് ആർ. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നു. എക്സ് ആക്സിസിൽ ടൈം അല്ലെങ്കിൽ ടി, അതോടൊപ്പം തന്നെ വൈ ആക്സിസിൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് ആർ നമ്മൾ പ്ലോട്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഒ എന്ന് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഗ്രാഫിൻ്റെ ഒറിജിൻ ആണ് അല്ലേ? ഈ ഒരു ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും വി വിൽ ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ ലൈക്ക് ദിസ്. സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടുക. ഇവിടുത്തെ ഇൻ്റർസെപ്റ്റ് ആണ് എന്ത്? കോൺസെൻട്രേഷൻ ഓഫ് R0 അല്ലെങ്കിൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻസ്. ഇവിടെ ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ താഴോട്ട് കുത്തനെയുള്ള രീതിയിലാണ് കാണപ്പെടുന്നത് അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇവിടെ സ്ലോപ്പാണ് എന്ത്? മൈനസ് കെ. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു മൈനസ് കെ. ഇത്തരത്തിൽ നമുക്ക് ഈ ഒരു ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനെ ഒരു ഗ്രാഫ് രൂപത്തിലും പ്ലോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണിത്, ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ എ സീറോ ഓർഡർ റിയാക്ഷൻ. ഇപ്പോൾ സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്താണെന്ന് കണ്ടു കഴിഞ്ഞു. അതിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യാമെന്ന് കണ്ടു കഴിഞ്ഞു അല്ലേ? എന്നാൽ കുറച്ച് എക്സാമ്പിൾസ് നോക്കിയാലോ. സീറോ ഓർഡർ റിയാക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ സീറോ ഓർഡർ റിയാക്ഷൻസ് ആർ നോട്ട് സോ കോമൺ. സാധാരണയായിട്ട് ഇത്തരം റിയാക്ഷൻസ് അത്ര കോമൺ അല്ല.
എന്നാൽ ചില സ്പെസിഫിക് ആയിട്ടുള്ള കണ്ടീഷനുകളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള സീറോ ഓർഡർ റിയാക്ഷൻസ് നടക്കുന്നത്. പ്രധാനപ്പെട്ട 1-2 എക്സാമ്പിൾസ് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ എക്സാമ്പിൾ, ഡികമ്പോസിഷൻ ഓഫ് ഗേഷ്യസ് അമോണിയ ഓൺ പ്ലാറ്റിനം സർഫസ് അറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അമോണിയ ഗ്യാസിൻ്റെ ഡീകമ്പോസിഷൻ, അതൊരു പെർട്ടിക്കുലർ കണ്ടീഷൻ ഉണ്ട്. ഈ ഡീകമ്പോസിഷൻ നടക്കുന്നത് ഹൈ ടെമ്പറേച്ചർ പ്രഷർ കണ്ടീഷനിലാണ്. നിയർലി 1130 കെൽവിൻ ടെമ്പറേച്ചർ ഉണ്ടെങ്കിലാണ് ഈ ഡീകമ്പോസിഷൻ സാധ്യമാവുന്നത്. അതോടൊപ്പം തന്നെ ഈ റിയാക്ഷൻ നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു ഡീകമ്പോസിഷൻ നടക്കുന്നത് പ്ലാറ്റിനം കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിലാണ്. അതായത് അമോണിയ ഗ്യാസിൻ്റെ ഡീകമ്പോസിഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ പ്രസൻസ് ഓഫ് പ്ലാറ്റിനം കാറ്റലിസ്റ്റ്. നമുക്കറിയാവുന്ന പോലെ തന്നെ അമോണിയ ഗ്യാസ് ഡീകമ്പോസിഷൻ നടന്ന് നൈട്രജൻ ഗ്യാസും ഹൈഡ്രജൻ ഗ്യാസുമായിട്ട് മാറുന്നു. ഈ ഒരു റിയാക്ഷൻ സീറോ ഓർഡർ റിയാക്ഷന് എക്സാമ്പിളായിട്ട് നമുക്ക് കണക്കാക്കാം. ഇവിടെ റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് NH3 റേസ് ടു ദ പവർ 0 എന്ന് എഴുതാം. ഇതൊരു സീറോ ഓർഡർ റിയാക്ഷൻ ആയതുകൊണ്ട് തന്നെ റേറ്റ് ഈസ് ഈക്വൽ ടു K എന്ന് സൂചിപ്പിക്കാം. മറ്റൊരു ഉദാഹരണമാണ് ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ അയഡൈഡ്. തെർമൽ ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ അയഡൈഡ് ഓൺ ഗോൾഡ് സർഫസ്. ഗോൾഡ് സർഫസിൽ അല്ലെങ്കിൽ ഗോൾഡ് കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ ഹൈഡ്രജൻ അയഡൈഡ് ഗ്യാസിന് ഡീകമ്പോസിഷൻ സംഭവിച്ചുകൊണ്ട് ഹൈഡ്രജനും അയഡിൻ ഗ്യാസും ഫോം ചെയ്യുന്നു. ഈ റിയാക്ഷൻ്റെയും റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് HI റേസ് ടു 0 എന്നെഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു K. ഈ രണ്ട് റിയാക്ഷൻസും സീറോ ഓർഡർ റിയാക്ഷൻസിന് എക്സാമ്പിൾസ് ആണ്. നമ്മൾ പഠിച്ച ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻസ് ഇത്തരത്തിലുള്ള എക്സാമ്പിൾസിന് ഏറ്റവും അധികം അനുയോജ്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്.